ആലപ്പുഴയിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നില് കുറുവാ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അപ്പൊ നമ്മുടെ ഉള്ളല്ലേ ഒന്ന് ഇടിക്കുന്നത് അല്ലെ. കുറുവാ സംഘം കേരളത്തിലെത്തി അല്ലെങ്കിൽ കേരളത്തിൽ കവർച്ച നടത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരുമല്ലോ അല്ലേ. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പേടിയാവും, ശരിയാണ്. പക്ഷെ എന്താണ് ഈ കുറുവാ സംഘം? ആരാണ് ഈ കുറുവാ സംഘം? എവിടെ നിന്നാണ് ഇവർ വരുന്നത്? എന്താണ് അവരുടെ ടെക്നിക്ക്? എന്തായിരിക്കും അവരുടെ ടാർഗറ്റ്? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറുവാ സംഘം എന്ന പേര് തന്നെ വന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ഈ തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ആ പേര് തന്നെ കൊടുത്തത്. ആയുധധാരികളായ സംഘം എന്നാണ് അതിന്റെ അർത്ഥം. ഇവര് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലുള്ളവരാണ്. ഇവരുടെ കുലത്തൊഴിൽ തന്നെ എന്താണ് കവർച്ചയും കളവും ഒക്കെയാണ്. കുലത്തൊഴിൽ അതാണ്. ഇപ്പൊ അവർക്ക് അവരുടെ കുലത്തൊഴിൽ ചെയ്യുന്നത് തെറ്റല്ല. അപ്പൊ അതിൽ നിന്ന് ആർക്കും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ അവരുടെ വശത്ത് നിന്ന് നോക്കുമ്പോ ശരിയാണ്, അവരുടെ കുലത്തൊഴില് അവർ ചെയ്യുന്നു. നമ്മളിവിടെ എന്താണ്, ഇവിടെ വേളാർ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ തന്നെ വേളാർ എന്നും പറഞ്ഞിട്ടൊരു സമൂഹമുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരെ കുലത്തൊഴിൽ ചെയ്യാറുണ്ട് അല്ലെ. എന്താണ് കുലത്തൊഴില്? പോട്രി മേക്കിംഗ്, കലവും ചട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നു. അല്ലാതെ തന്നെ കുറച്ചുപേര് തെങ്ങ് കയറാൻ പോകുന്നവരുണ്ട്. അതെല്ലാം കുലത്തൊഴിലായിട്ട് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പൊ ഇത് ഈ കളവ് ചെയ്യുക, കവർച്ച ചെയ്യുക എന്നുള്ളത് അവരുടെ കുലത്തൊഴിലാണ്. അപ്പൊ അവര് ചെയ്യുന്നത് തെറ്റല്ല. അവരവരുടെ കുലത്തൊഴില് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ മൈൻഡ് സെറ്റ്. പക്ഷെ ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി തമിഴ്നാട്ട് പോലീസും ഇന്റലിജൻസും ഒക്കെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ആനുകൂല്യം കിട്ടിയാലും അവരവരുടെ കുലത്തൊഴിൽ മറക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 18 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സുള്ള ആള് വരെ അവരുടെ ഗ്യാങ്ങിലുണ്ട്. അപ്പൊ നമ്മള് ഇവരെ എങ്ങനെയാ പെട്ടെന്ന് നമുക്ക് പിടികിട്ടുക എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഇവര് ഒരു പ്രദേശത്ത് വന്ന, അതായത് മോഷ്ടിക്കാനായിട്ട് ഒരു പ്രദേശത്ത് വന്ന അവർ വന്നു, മോഷ്ടിച്ചു, തിരിച്ചുപോയി. അങ്ങനത്തെ ഒരു പാറ്റേണേ അല്ല. 6 മാസം മുതൽ 1 വർഷം വരെ അവര് ആ പ്രദേശത്ത് നമ്മളിൽ ഒരാളായിട്ട് താമസിക്കും. എന്നിട്ട് അവരോരോ വീട്ടിലും കയറി ഇറങ്ങാൻ ശ്രമിക്കും. ചിലപ്പോൾ ആക്രിക്കാരനായിട്ടോ പിച്ചാത്തിരാവുകാരനായിട്ടോ നാടോടി സ്ത്രീകളായിട്ടോ ഒക്കെ ആയിരിക്കും അവരെന്താണ് ഇങ്ങനെ വേഷം മാറിയൊക്കെ ഓരോ വീടുകളും നിരീക്ഷിക്കാനും കയറി ഇറങ്ങാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അവര് ഇത്രയും മാസം അല്ലെങ്കിൽ ഇത്രയും വർഷം എടുത്താണ് ഓരോ വീട്ടിലെ ഡീറ്റെയിൽസും ഓരോ നിരീക്ഷണങ്ങളും ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സമയം എടുത്ത് അവർ ചെയ്യുമ്പോൾ അത്രമാത്രം കൃത്യമായിട്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലുള്ളവരാണ്. അതുപോലെ തന്നെ ഇവര് കൊച്ചിലെ മുതൽ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള നമുക്ക് തരുന്ന എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഇവരെ പഠിപ്പിക്കുന്നത് ബാലപാഠമായിട്ട് പഠിപ്പിക്കുന്നത് തന്നെ മോഷണ വിദ്യകളാണ്. കാരണം അവരുടെ കുലത്തൊഴില് പഠിപ്പിക്കുകയാണ്. അപ്പൂപ്പന്മാര് കൊച്ചു കുട്ടികളെ ഒരു 5 വയസ്സുള്ള ബാലന്മാരെ പോലും പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് എന്താണ് ഈ മോഷണ വിദ്യകളും മെയ്ക്കരുത്തും അതുപോലെ എങ്ങനെയാണ് ഒരു മോഷണം നടത്തുക എന്നുള്ള അവരുടെ പരമ്പരാഗത രീതിയിലുള്ള ടാക്ടിക്സും അതുപോലത്തെ തന്ത്രങ്ങളും ഒക്കെ ആണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരങ്ങനെയാണ് മോൾഡ് എടുക്കുന്നത്. അവരുടെ ആ പുതു തലമുറയെ പോലും അവര് അങ്ങനെയാണ് മോൾഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അപകടമാണല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് അപകടമാണല്ലോ. ഇവർക്ക് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആയുധം എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആയുധ പരിശീലനം, ഓരോ ആയുധങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കളവ് ചെയ്യുമ്പോൾ ആരെങ്കിലും തടയാൻ വന്നാൽ ഈ ആയുധം ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാം എന്ത് ചെയ്യുന്നു, കൊച്ചിലെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. രാത്രി 1 മണി തൊട്ട് 3 മണി വരെയാണ് ഇവരുടെ ടൈം. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ എന്തായാലും സുഖം ഉറക്കമായിരിക്കുമല്ലോ ആ സമയത്ത്. അപ്പൊ ഈ സമയമാണ് അവര് കളവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് അവര് പിൻവശത്തു കൂടിയേ വരത്തുള്ളൂ. അത് അവരുടെ ടാക്ടിക്സ് ആണ്.
പിൻവാതിലിൽ കൂടെ വരത്തുള്ളൂ. അഥവാ നമ്മൾ അലേർട്ടായി അത് എണീറ്റ് അവരെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരാദ്യം ഭീഷണിപ്പെടുത്തും. എന്നിട്ട് നമ്മൾ മാറിയില്ല എങ്കിൽ അവരവരുടെ കയ്യിലിരിക്കുന്ന ആയുധം ഉപയോഗിച്ച് നമ്മളെ കീഴ്പ്പെടുത്തും. അവര് നമ്മളെ ഉപദ്രവിച്ചിരിക്കും. എന്നിട്ട് അവർ മോഷ്ടിക്കുകയും പിന്നീട് പോവുകയാണ് ചെയ്യുന്നത്. അവര് പിന്നെ പോകുന്നത് വേറൊരു ഒളിത്താവളത്തിലേക്കായിരിക്കും പോകുന്നത്. ആ സെയിം സ്ഥലത്തേക്ക് പോകത്തില്ല, വേറൊരു ഒളിത്താവളത്തിലേക്ക് വേറൊരു പ്രദേശത്തേക്കായിരിക്കും പോകുന്നത്. അതാണ് ഈ കുറുവാ സംഘത്തിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ നമുക്കിവിടെ ആലപ്പുഴയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ഇനി ബാക്കിയുള്ളവരെ കൂടെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ. അത് ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അവരിൽ ഒരാളെ പിടിച്ചാൽ, കളവ് മോഷ്ടിക്കാൻ പോകുമ്പോൾ അഥവാ ഒരാളെ പിടികൂടിയാൽ എത്ര മർദ്ദിച്ചാലും എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ ഒറ്റ കൊടുക്കരുത് എന്നുള്ളതാണ് അവരുടെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവര് കളവിനിറങ്ങുമ്പോൾ ട്രൗസേഴ്സ് മാത്രമായിരിക്കും ധരിച്ചിരിക്കുക. ശരീരം മുഴുവനും എണ്ണയും കരിയും പൂശും, മുഖം മറയ്ക്കും. ഈ എണ്ണയും കരിയും പൂശുന്നതെന്ന് വെച്ചാൽ അഥവാ ആരെങ്കിലും പിടിച്ചാൽ പെട്ടെന്ന് വഴുതി പോവാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കുറുവാ സംഘം. അപ്പൊ പേടിക്കേണ്ട, ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ ഇവിടെ തന്നെ ഇഷ്ടം പോലെ കുലത്തൊഴിലുണ്ടല്ലേ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് വേളാർ സമുദായം കലവും ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്വർണ്ണപ്പണിക്കാരുണ്ട്, പരമ്പരാഗതമായി സ്വർണം പണിയുന്നവരുണ്ട്, ആശാരിപ്പണി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഒരു തൊഴിലുകളുണ്ട് അല്ലേ. പക്ഷെ ഈ കുലത്തൊഴിലുകളൊക്കെ ഇപ്പൊ അന്യം നിന്ന് പോവുകയാണ്. പക്ഷെ ഇവരുടെ കുലത്തൊഴില് മാത്രം ഇവരിപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, പേടിക്കേണ്ട, ജാഗ്രതയാണ് വേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.